ഇന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന തന്നെ ഒരു വേൾഡ് ഓഫ് കോമ്പറ്റീഷനിലേക്കാണ്. ജനിച്ചു വീണ ഉടനെ തന്നെ തുടങ്ങും അപ്പുറത്തെ കുഞ്ഞിൻ്റെ എത്ര തൂക്കമുണ്ടോ, ബന്ധുവിൻ്റെ കുഞ്ഞിൻ്റെ എത്ര നീളമുണ്ടോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ. രണ്ട് അമ്മാമ്മമാർ കൂടിയിരുന്നിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എൻ്റെ മോൻ 9 മാസമായപ്പോഴേക്കും ഫെൽപ്സിനെ പോലെ നീന്തി തുടങ്ങി, എൻ്റെ മോള് 1 വയസ്സായപ്പോഴേക്കും ഫ്ലോജോനെ പോലെ ഓടി തുടങ്ങി, പ്രസംഗിച്ചു തുടങ്ങി, അങ്ങനെ തുടങ്ങും. ഇത്തരത്തിലുള്ള ഇമേജുകളാണ് പാരൻസിൻ്റെ മനസ്സിലുള്ളത്. അവർ 1 വയസ്സായപ്പോഴേക്കും നീന്തി ഓടിയ സംഭവങ്ങളൊക്കെ അവരുടെ മനസ്സിലുള്ളത്. എന്നിട്ട് അവർ കമ്പയർ ചെയ്യുന്നത് അവരുടെ നോർമലായിട്ടുള്ളൊരു കുഞ്ഞുമായിട്ടാണ്. അപ്പോൾ അവർ അൺനെസസറി ടെൻഷനിലേക്ക് പോകും. കുഞ്ഞിൻ്റെ മുകളിൽ അൺഡ്യൂ പ്രഷർ വരും. യഥാർത്ഥത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നോർമൽ റേഞ്ച് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കുഞ്ഞിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് ഫേസുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 0 to 1 year is infancy, 1 to 3 years toddler group, 3 to 5 years preschool, 6 to 10 years middle age, 10 to 9 years adolescence, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യൂത്ത്. അതിൽ ഫിസിക്കൽ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് നമ്മൾ നോക്കുന്നത്, കമ്പയർ ചെയ്യുന്നത് WHO ഗ്രോത്ത് ചാർട്ട്സിലാണ്. അത് ഒരുപാട് രാജ്യങ്ങളിലെ 10,000-10,000 കുട്ടികളോളം ഉള്ള പഠനങ്ങളും കമ്പാരിസണൊക്കെ വെച്ചിട്ടാണ് ആ ഗ്രാഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രസീൽ, ഘാന, നോർവേ, ഒമാൻ, USA, ഇന്ത്യ, അങ്ങനെ ഒരുപാട് കോണ്ടിനെന്റ്സിലത്തെ ഡിഫറെൻറ്റ് കൺട്രീസിലത്തെ കുട്ടികളായിട്ട് ഉള്ള ഒരു കമ്പാരിറ്റീവ് ചാർട്ടാണ് WHO ഗ്രോത്ത് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എത്ര തൂക്കം വേണം, ഓരോ വയസ്സിൽ എത്ര കൂടണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആവറേജ് ഉണ്ടാവും. ഇതൊക്കെ തന്നെ ആണെങ്കിലും ഓരോ കുഞ്ഞിനും അവരുടെ പാരന്റൽ വെയിറ്റും ഹൈറ്റും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 2.5 to 4 kg ആണ്. 2.5ന്റെ താഴെ കുഞ്ഞ് ലോ ബർത്ത് വെയിറ്റും 4 kgയുടെ മുകളിൽ ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയും. കുഞ്ഞിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 46 to 53 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. തലയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 33 to 37 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുഞ്ഞിന്റെ തൂക്കം കൂടി വരുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്. അതിൽ ആദ്യത്തെ 3 മാസം കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ മാക്സിമത്തിലായിരിക്കും, ഓൾമോസ്റ്റ് 1 kg per month. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ വെയിറ്റ് ഗെയിൻ കുറയും, 0.5 kg per month for next 3 months. പിന്നെ അത് കഴിഞ്ഞാൽ 250 ഗ്രാം വെച്ചിട്ട് ഓരോ മാസവും അടുത്ത 6 മാസത്തേക്ക്. അപ്പോൾ ജനിച്ച വെയിറ്റിനേക്കാളും ഏകദേശം 6 തുടങ്ങി 8 കിലോ വരെ കൂടുതലായിരിക്കും കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ. അപ്പോൾ സാധാരണ പാരൻസിന് ഉണ്ടാവുന്ന കൺസേൺ 3 മാസം കഴിയുമ്പോൾ കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ വിചാരിച്ചത്ര അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാ മാസവും ഓരോ കിലോ കൂടണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിന് ജനിച്ചതിനേക്കാളും 12 കിലോ കൂടും. കുഞ്ഞിന് 1 വയസ്സാകുമ്പോഴേക്കും 15 കിലോ വേണം. കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ ഒരു വയസ്സിലത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 8 and 12 kg ആണ്. അപ്പോൾ ആ റേറ്റ് ഓഫ് ഗ്രോത്ത് തുടക്കത്തിലുള്ളതിനേക്കാളും കുറഞ്ഞു വരും. അത് പാല് തികയാത്തതുകൊണ്ടോ കുഞ്ഞിന് ഭക്ഷണം തികയാത്തതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെയാണ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഗ്രോത്ത് റേറ്റ് വരുന്നത്. അതുപോലെ ലെങ്ത് ജനിക്കുമ്പോൾ അറൌണ്ട് 50 സെന്റിമീറ്റേഴ്സ്, അറ്റ് 1 year ഇറ്റ്സ് അറൌണ്ട് 75 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ തുടക്കത്തിൽ 6 മാസത്തിൽ ഏകദേശം 2.5 സെന്റിമീറ്റർ വെച്ച് കൂടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1.5 സെന്റിമീറ്റർ വെച്ചിട്ടാണ് അടുത്ത 6 മാസത്തേക്ക് കൂടുന്നത്. അപ്പോൾ ജനിച്ച വെയിറ്റിനേക്കാളും ഏകദേശം 25 സെന്റിമീറ്റർ 1 വയസ്സാകുമ്പോഴേക്കും കൂടുതലായിരിക്കും. തലയുടെ ചുറ്റളവ് ജനിച്ചതിനേക്കാളും ഏകദേശം 10 സെന്റിമീറ്റർ ആയിരിക്കും 1 വയസ്സുകൊണ്ട് കൂടുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രോത്ത് പാറ്റേൺ ഒരുപാട് കുറഞ്ഞു വരും. അതായത് ടോഡ്ലർ ഗ്രൂപ്പ്, പ്രീ സ്കൂൾ ഗ്രൂപ്പ്, അതായത് 1 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിലാകെ 2 കിലോ വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തിൽ 2 കിലോ എന്ന് പറയുമ്പോൾ 200 ഗ്രാമിലും കുറവായിരിക്കും ഒരു മാസം കൂടുന്നത്. ലെങ്ത് ഒരു കൊല്ലത്തിൽ 10 സെന്റിമീറ്റർ വെച്ചിട്ടാണ് കൂടുന്നത്. തലയുടെ ചുറ്റളവ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ 2 സെന്റിമീറ്റർ കൂടുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ് ഇരിക്കും ഒരു കൊല്ലത്തിൽ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിന്റെ റേറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് കുറവായിരിക്കും, അവർക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ 1 വയസ്സ് വരെ കഴിച്ചിരുന്ന അത്രയും അതിനുശേഷം കുഞ്ഞുങ്ങൾ കഴിച്ചോളുന്നില്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അവർ വളരെയധികം പിക്കി ഈറ്റേഴ്സ് ആവും. അവരുടെ ഫിസിക്ക് ചേഞ്ച് ചെയ്യും, ലെങ്ത് കൂടും, അതിനനുസരിച്ച് വണ്ണം വെക്കാതെയാവും. അപ്പോൾ കുഞ്ഞ് ക്ഷീണിച്ചതൊക്കെ ആയിട്ട് തോന്നും. അതൊരു നോർമൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇനി ഏർലി ചൈൽഡ്ഹുഡ് 6 to 10 years അവരുടെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ 3 കിലോ 3.5 കിലോ വെച്ച് കൂടും. ലെങ്ത്തിന്റെ റേറ്റ് കുറയും, 6 to 7 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും കൂടുന്നത്. ഹെഡ് സർക്കംഫറൻസ് പിന്നത്തെ 5 കൊല്ലത്തിൽ 6 വയസ്സ് തുടങ്ങി 10 വയസ്സിലുള്ള മൊത്തം സമയം കൊണ്ട് ആകെ 2 സെന്റിമീറ്റർ ആയിരിക്കും കൂടുന്നത്. ഇനി അഡോളസൻസ് ഏജിൽ 10 to 19 years പെട്ടെന്ന് അവർക്കൊരു ഗ്രോത്ത് സ്പേർട്ട്, ഹൈറ്റും വെയിറ്റും ഒക്കെ പെട്ടെന്ന് കൂടുന്ന ഒരു പാറ്റേണും ഉണ്ടാവും. ഡെവലപ്മെന്റ്, ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പ്രഗ്നൻസി ടൈം, കൺസെപ്ഷൻ ടൈം തുടങ്ങി മെച്യൂരിറ്റി വരെയുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ്. അത് ബ്രെയിനിന്റെ മൈലിനേഷൻ, മെച്യൂറേഷൻ അനുസരിച്ച് അത് ഓരോ സ്റ്റേജിലും മാറിക്കൊണ്ടിരിക്കും. അതിന്റെ സീക്വൻസ് എപ്പോഴും സെയിം ആയിരിക്കും.
തല തുടങ്ങി കാല് വരെ അങ്ങനെയായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതിന് എപ്പോഴും ഒരു നോർമൽ റേഞ്ച് ഉണ്ടാവും. ഡയറക്ഷൻ എപ്പോഴും തല തുടങ്ങി കാല് വരെ. ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജസും തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ കുറച്ച് റിഫ്ലെക്സുകൾ, ഇപ്പോൾ നമുക്ക് ഉള്ള റിഫ്ലെക്സ് എന്ന് പറയുന്നത് ചൂട് പാത്രത്തിൽ നമ്മുടെ കൈ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ അപ്പം തന്നെ വലിക്കും. കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ഒരു ഭാഗത്തേക്ക് തല തിരിക്കുമ്പോൾ കൈ ആ ഭാഗത്തേക്ക് നിവർന്ന് വരുന്നത് ഒരു റിഫ്ലെക്സ് ആണ്. അതുപോലെയുള്ള പ്രിമിറ്റീവ് റിഫ്ലെക്സുകൾ മാറിയതിന് ശേഷമാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് വരുന്നത്. അതായത് ഇപ്പം മുമ്പ് പറഞ്ഞ തല തിരിക്കുമ്പോൾ ആ ഭാഗത്തെ കൈ നിവർന്ന് വരുന്ന ഒരു സ്റ്റേജിൽ കുഞ്ഞിന് കമിഴ്ന്ന് വീഴാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് തിരിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിന്റെ കൈ ഇടയിൽ തടയും. ആ റിഫ്ലെക്സ് പോയതിന് ശേഷം, ആ റിഫ്ലെക്സ് പോകുന്നത് ഏകദേശം 3 മാസം കഴിയുമ്പോഴാണ്. അതിനുശേഷമേ അവരുടെ തല അങ്ങോട്ട് തിരിക്കുമ്പോൾ അവരുടെ ബോഡി അങ്ങോട്ട് തിരിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അതുപോലെ നിൽക്കുന്നതിനും നടക്കുന്നതിനൊക്കെ ഓരോ റിഫ്ലെക്സ് ഡിസപ്പിയർ ചെയ്തതിന് ശേഷമായിരിക്കും അവർക്ക് ആ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് വരുന്നത്. ഇനി ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും ജെനറ്റിക്സ്. വീട്ടിൽ ആളുകൾ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ച് നേരത്തെ ചെയ്തേക്കാം. ലേറ്റ് ആയിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നേക്കാം. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. അത് ജെനറ്റിക്കലി എത്രത്തോളം നല്ല ഒരു കുഞ്ഞാണെങ്കിലും എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസ് കാരണം സംഭവം ലേറ്റ് ആവാം. അല്ലെങ്കിൽ ജെനറ്റിക്കലി എത്ര ഇൻഫീരിയർ ആണെങ്കിലും എൻവയൺമെന്റ് ഇൻഫ്ലുവൻസസ് വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മുമ്പത്തേനേക്കാളും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സ്, ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, അതായത് കിട്ടുന്ന ന്യൂട്രീഷൻ ബെറ്റർ ആണെങ്കിൽ ഡെവലപ്മെന്റ് ബെറ്റർ ആയിരിക്കും. ഇമോഷണൽ ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ് ഒരുപാട് എഫക്ട് ചെയ്യും. അപ്പോൾ ജെനറ്റിക്സും എപ്പിജെനറ്റിക്സും കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങനെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 6 മാസങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാഴ്ച, കേൾവി, ടച്ച്, ഇത് 3ആണ് മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കളിപ്പാട്ടങ്ങളിൽ റാറ്റിൽ, കിലുക്കം പോലുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അവരോട് സ്മൈൽ ചെയ്യുക, ടോക്ക് ചെയ്യുക. ഹ്യൂമൻ ഫേസസിന്റെ സ്മൈലാണ് അവർ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക. 2 months ഒക്കെ ആകുമ്പോഴേക്കും അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങും. പക്ഷേ റെക്കഗ്നിഷൻ സ്മൈൽ അല്ല, ആര് ചിരിച്ചാലും അതിനെതിരെ അവർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. അത് തുടങ്ങുന്നത് 2 months ആകുമ്പോഴേക്കും തുടങ്ങും. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്രയും നേരത്തെ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ച് സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ അവരനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. 6 to 9 months അവരെ സാധനങ്ങൾ പിടിക്കാൻ കൊടുക്കുക, അത് വിടാൻ പഠിപ്പിക്കുക, എറിയാൻ പഠിപ്പിക്കുക. അത് വീട്ടിലത്തെ സാധനങ്ങൾ തന്നെ വെച്ച് ചെയ്തു തുടങ്ങിയാൽ മതി. അവരുടെ പേര് വിളിച്ച് അവരെ എൻകറേജ് ചെയ്യുക. അവർ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അവർക്കൊരു വലിയ എൻകറേജ്മെന്റ് ആയിരിക്കും. അത് 6 to 9 months ചെയ്യേണ്ടത്. 9 months to 12 months ആകുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഒളിച്ച് കളിക്കാൻ, കൈയടിക്കാൻ, ഡോളിനെ വെച്ചിട്ട് അവർക്ക് ഓരോ പാർട്സ് കാണിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങാം. ആളുകളുടെ പേര് പഠിപ്പിക്കാം, ടാറ്റ ബൈ ബൈ കാണിക്കാൻ പഠിപ്പിക്കാം. 12 months to 24 months എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം എടുത്ത് അത് ഒരു കണ്ടെയ്നറിലേക്ക് ഇടുക, ആ കണ്ടെയ്നർ തിരിച്ചെടുക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ പഠിപ്പിക്കുക. ടോയ്സ് അട്ടിയിട്ട് വയ്ക്കാൻ പഠിപ്പിക്കുക. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്ക് അറിയാവുന്ന സാധനങ്ങൾ, ചുറ്റും കാണുന്ന സാധനങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കാൻ പറയാം. 24 മാസം കഴിയുമ്പോഴേക്കും, 2 വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് സാധനങ്ങളുടെ പേര് പറയാൻ പറ്റണം. അത്യാവശ്യം എണ്ണി തുടങ്ങാൻ പറ്റണം. ഷേപ്പും കളർ വെച്ചിട്ടുള്ള ചെറിയ പസിൽസ് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം. സ്റ്റോറീസ്, റൈംസ് അവർക്ക് ചെറുതായിട്ട് പറയാൻ പറ്റണം. അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് അവർക്ക് ആ ഒരു ത്രൈവ് ഉണ്ടാവുകയുള്ളൂ. ഗ്രോത്ത് പാറ്റേൺ നമ്മൾ ബേസിക്കലി 4 ഫീൽഡുകളായിട്ടാണ് തിരിക്കുന്നത്. ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, സോഷ്യൽ സ്കിൽസ്, ലാംഗ്വേജ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് കൊച്ചിൻ്റെ മൊത്തമായിട്ടുള്ള ബോഡി വെച്ച് ചെയ്യുന്നത്, ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഓടുക, ഇതാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ മോട്ടോർ എന്ന് പറയുന്നത് ഹാൻഡ് ഐ കോർഡിനേഷൻ, വിരലുകൾ കൊണ്ട് ചെയ്യാവുന്ന സംഭവങ്ങൾ, കൈ വിരലും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. മുഖത്ത് നോക്കി ചിരിക്കുന്നത്, യൂറിൻ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ. പിന്നെയുള്ളത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് സോഷ്യൽ സ്കിൽസിന്റെ ഒരു ഭാഗം തന്നെ പറയാം. പക്ഷെ വേർഡ്സ് പറയുന്നത്, സെന്റൻസ് പറയുന്നത്, പാട്ട് പാടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ലാംഗ്വേജ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.5 മാസമുള്ള ഒരു കുഞ്ഞിന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒന്നും ആയിട്ടുണ്ടാവില്ല. പാർഷ്യൽ ഹെഡ് കൺട്രോൾ ചിലപ്പോൾ ആയിട്ടുണ്ടാവാം. തല പൊക്കി പിടിക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് വോബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അവർ സാധനങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു അറ്റൻഷൻ കൊടുക്കുന്നത് പോലെ തോന്നാം. സോഷ്യൽ സ്മൈൽ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ നോക്കി ചിരിച്ച് തുടങ്ങിയേക്കാം. സൗണ്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയേക്കാം. 2.5 മാസം ആവുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം ഹെഡ് കൺട്രോൾ ആയിട്ടുണ്ടാവും. അവർ എന്തെങ്കിലും മുമ്പിലൂടെ എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പനെയും അമ്മേനെയും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങും. അവർ ചിരിപ്പിക്കാതെ തന്നെ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങും. സൗണ്ട് വരുന്നത് ലോക്കലൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് സൗണ്ട് വെക്കുന്നത് വെച്ചാൽ അവർ ആ സൈഡിലേക്ക് തിരിഞ്ഞു തുടങ്ങും. 3.5 മാസം ആകുമ്പോഴേക്കും ഹെഡ് കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സാധനങ്ങൾ കിട്ടിയ വായിലേക്ക് വെച്ച് തുടങ്ങും.
റെക്കഗ്നിഷൻ സ്മൈൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുണ്ടാവും. തിരിച്ച് കൂയിങ് ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും, കൂവുന്ന പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. പിന്നെ 6 മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ കമിഴ്ന്നു തുടങ്ങും. 4 to 7 months കുഞ്ഞുങ്ങൾ കമിഴേണ്ടത്. 6 മാസത്തോടെ അവർ കമിഴ്ന്നു തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ പിടിച്ച് ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകളൊക്കെ ഇരുന്നെന്ന് വരും. കയ്യിൽ നിന്നൊരു കയ്യിലേക്ക് ഒരു സാധനം മാറ്റാൻ അവർ പഠിക്കുന്നത് ഏകദേശം 6 മാസം ആകുമ്പോഴാണ്. ആ സമയത്ത് അവർ മിറർ കാണിച്ചാൽ അവർ ചിരിച്ചു തുടങ്ങും. മോണോസിലബിൾസ് ബ മ അതുപോലെയുള്ള സൗണ്ടുകൾ ഉണ്ടാക്കി തുടങ്ങും, വെറുതെ ശബ്ദം ഉണ്ടാക്കി തുടങ്ങും. 9 മാസം ആകുമ്പോഴേക്കും അവർ എഴയാൻ തുടങ്ങും, നീന്താൻ തുടങ്ങും. പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നും വരും. ഫൈൻ മോട്ടോറിൽ അവർ 2 വിരൽ കൊണ്ട് ചെറിയ സാധനങ്ങൾ പിക്ക് ചെയ്യാൻ പഠിക്കും. സോഷ്യൽ സ്കിൽസിൽ അവർ ടാറ്റ കാണിക്കാനും ഒളിച്ചു കളിക്കാനും തുടങ്ങും. ബൈ സിലബിൾസ്, ഒരേ സൗണ്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. 12 മാസമൊക്കെ ആകുമ്പോഴേക്കും അവർ പിടിച്ച് നടന്നു തുടങ്ങും. സാധനങ്ങൾ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിടാൻ പഠിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. 2 വാക്കൊക്കെ പറഞ്ഞു തുടങ്ങും. 15 മാസം ആകുമ്പോഴേക്കും അവർ പുറകിലേക്ക് നടക്കാൻ പഠിക്കും. കപ്പ് കൊണ്ട് തനിയെ കുടിക്കാൻ പഠിക്കും. നമ്മളൊരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് മിമിക് ചെയ്യാൻ തുടങ്ങും. ഒരു 5 വാക്ക് വരെയൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങും. 18 months ആകുമ്പോഴേക്കും അവർ സ്റ്റെപ്പ് പിടിച്ച് കയറാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും. സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പഠിക്കും. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച് കാണിക്കും യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു 10 വാക്കുകൾ വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. 24 മാസം ആകുമ്പോഴേക്കും അവർ സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് കയറി തുടങ്ങും. പക്ഷെ ഒരേ സ്റ്റെപ്പിൽ തന്നെ 2 കാല് വെച്ചിട്ടായിരിക്കും കയറുന്നത്. പുസ്തകമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേജ് മറിക്കാനും കീറാനൊക്കെ തുടങ്ങും. മോഷൻ അത്യാവശ്യം കൺട്രോൾ ആയിട്ടുണ്ടാവും. അവർ ഇൻഫോം ചെയ്യാൻ തുടങ്ങും മോഷൻ പാസ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. സിമ്പിൾ സെന്റൻസുകൾ, 2 വേർഡ്സ് കമ്പൈൻ ചെയ്യുന്ന സെന്റൻസിൽ അങ്ങോട്ട് പോവാം, വെള്ളം വേണം, അതുപോലെ സിമ്പിൾ സെന്റൻസുകൾ അവർ 2 വയസ്സാകുമ്പോഴേക്കും പറഞ്ഞു തുടങ്ങും. 36 മാസം, അതായത് 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ ഓരോ കാല് വെച്ചിട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങും. സർക്കിൾ വരയ്ക്കാൻ പഠിക്കും. 3 word സെന്റൻസസ്, അതായത് ഒരു ഏജിൽ ഏകദേശം 2 വയസ്സിൽ 2 word സെന്റൻസ്, 3 വയസ്സിൽ 3 word സെന്റൻസ്, അങ്ങനെയായിരിക്കും അവർ പറഞ്ഞു തുടങ്ങുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളൊരു സ്വയം അവബോധം അവർക്ക് വരുന്നത് 3 വയസ്സോട് കൂടിയാണ്. 48 മാസം, അതായത് 4 വയസ്സ് തികയുന്നതോടെ അവർ ഒറ്റക്കാലിൽ ചാടാൻ പഠിക്കും. ക്രോസ് വരയ്ക്കാൻ പഠിക്കും. ടോയ്ലറ്റൊക്കെ ഒറ്റയ്ക്ക് പോയി തുടങ്ങും. ചെറുതായിട്ട് കഥകളൊക്കെ പറഞ്ഞു തുടങ്ങും. ചിലപ്പോൾ ഇല്ലാത്ത കഥകൾ അവർ ഉണ്ടാക്കി പറയാനും തുടങ്ങും. 60 മാസം, 5 വയസ്സ് തികയുന്നതോടെ അവർ 2 കാലും പൊക്കി ചാടാൻ പഠിക്കും. ത്രികോണം വരയ്ക്കാൻ പഠിക്കും. അവരുടെ ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ തുടങ്ങും. ഇനി ഇതൊക്കെയാണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ചില ഡേഞ്ചർ സൈൻസ് ഉണ്ട്. 4 മാസമായിട്ടും കുഞ്ഞുങ്ങൾ കണ്ണിലേക്ക് നോക്കുന്നില്ല, സോഷ്യൽ സ്മൈൽ ഇല്ല, കൈ എപ്പോഴും ചുരുട്ടി പിടിക്കുന്നു, തുറക്കുന്നില്ല. നമ്മൾ പൊക്കാൻ ശ്രമിക്കുമ്പോൾ തല ഒരുപാട് ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. കയ്യിൽ എന്തെങ്കിലും തൊടുമ്പോഴേക്കും ഉടനെ തന്നെ അവർ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, ഗ്രാസ് റിഫ്ലെക്സ് എന്ന് പറയും. അതൊക്കെ 4 മാസമായിട്ടും പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു അത് കൺസേൺ ആണ്. 9 months ആയിട്ടും അവർക്ക് ഐ കോണ്ടാക്ട് തീരെയില്ല. ചുറ്റുമുള്ള സാധനങ്ങളോട് അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. സൗണ്ട് ഒട്ടും ഉണ്ടാക്കുന്നില്ല. ഇരിക്കാൻ സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. വലത്തെ കൈ അല്ലെങ്കിൽ ഇടത്തെ കൈ ഏതെങ്കിലും ഒരു കൈ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു ഡേഞ്ചർ സൈൻ ആണ്. 15 തുടങ്ങി 18 മാസമായിട്ട് അവർക്ക് സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റുന്നില്ല. ടോൺ അബ്നോർമൽ ആണ്. വല്ലാതെ ടൈറ്റ് ആയിട്ടിരിക്കുന്നു, വല്ലാതെ ലൂസ് ആയിട്ടിരിക്കുന്നു. വിരൽ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ലാംഗ്വേജ് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ അത് ഒരു കൺസേൺ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു കുഞ്ഞിന്റെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. അവർക്ക് ചെയ്യേണ്ട നോർമൽ റേഞ്ചിൻ്റെ ഉള്ളിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊരു നോർമൽ കുട്ടിയാണ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രയാണോ അത്രയും അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, നോർമൽ റേഞ്ചിൽ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ കുറേ കൺസേൺസ് മാറ്റാൻ സഹായിച്ചെന്നും കുഞ്ഞിൻ്റെ മുകളിലുള്ള ഒരുപാട് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.